Problem number 1. Find the complex Fourier transform of the function f of x equal to x mod x less than or equal to 1, 0 otherwise. ഇവിടെ നമുക്ക് കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ്ലി ആ ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്തുവാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മോഡ് എക്സ് ലെസ് ദാൻ വണ്ണിൽ ഒരു വാല്യൂ. മോഡ് എക്സ് ലെസ് ദാൻ വൺ മീൻസ് എക്സ് ലൈസ് ബിറ്റ്വീൻ -1 and 1. അപ്പോൾ -1നും 1നും ഇടയിൽ വാല്യൂ എക്സ് ആണ്, ബാക്കി എല്ലായിടത്തും 0 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം -1നും 1നും ഇടയിൽ -aക്ക് ഇടയിൽ ഒരു വാല്യൂ, ബാക്കി എല്ലായിടത്തും 0 ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷന് ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന വാല്യൂ എന്താണോ, ഓഡാണ് എങ്കിൽ ആ ഫംഗ്ഷൻ ഓഡാകും, ഈവൺ ആണ് എങ്കിൽ ആ ഫംഗ്ഷൻ ഈവൺ ആയിട്ട് മാറും. ഓക്കെ, എനിവേ എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് എൻറ്റയർലി ഓഡ് ഫംഗ്ഷനാണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് എ ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഒബ്സർവേഷനാണ്, അത് യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ ഇസ് ഗിവൺ ബൈ 1/√2π integral -∞ to infinity f of x e raised to -i omega x dx. ആദ്യമേ e raised to i omega x രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സോ 1/√2π integral -∞ to infinity f of x with e raised to -i omega x is cos omega x minus I sin omega x. So that is equal to 1/√2π. ഇതിപ്പോൾ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ആവും. ആദ്യത്തേത് -∞ to infinity എഫ് ഓഫ് എക്സ് വിത്ത് കോസ് ഒമേഗ എക്സ് ഡി എക്സ് മൈനസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to infinity എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇതിപ്പോൾ രണ്ട് ഇൻ്റഗ്രലായിട്ട് മാറി. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻ്റഗ്രൽ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് നമുക്ക് ഓഡ് ഫംഗ്ഷനാണെന്നറിയാം. സോ എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷനാണ്, കോസ് എക്സ് ഈവൺ ഫംഗ്ഷനാണ്. അപ്പോൾ ഓഡും ഈവണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് എൻറ്റയർലി ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് -∞ to infinity ഇൻ്റഗ്രൽ 0 ആയി പോകും. അപ്പോൾ ഈ ടേം എൻറ്റയർലി 0 ആയി പോകും. ബാക്കി ഈ ടേം നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷനാണ്, സൈൻ എക്സും ഓഡ് ഫംഗ്ഷനാണ്. രണ്ടുപേരും ഓഡ് ഫംഗ്ഷനാണ് എങ്കിൽ അവരുടെ പ്രോഡക്റ്റ് ഈവൺ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത് ഈവൺ ഫംഗ്ഷനാണ്. സോ ഇത് 2 times 0 to infinity ഇൻ്റഗ്രലായിട്ട് മാറും. സോ ദിസ് ബിക്കംസ് -i/√2π. ഈ ടേം എൻറ്റയർലി 0 ആയി പോയി. -i നമ്മളിവിടെ എഴുതി /√2π ഇൻറ്റു ഇത് 2 times ഇൻ്റഗ്രൽ 0 to infinity f of x sin omega x dx. that is equal to ഇവിടെ √2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ √2 വരും. √2/√π that is -i times √2/π into integral 0 to infinity f of x sin omega x dx. ഓക്കെ, ഇനി നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിന് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എഫ് ഓഫ് എക്സിനെ കുറിച്ചൊരു റഫ് സ്കെച്ച് എടുക്കാം. എന്നിട്ട് നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. So this is equal to -i√2/π. ഇനി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, ഇത് -1 to 1. -1നും 1നും ഇടയിൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. അത്രയും സ്ഥലത്ത് വാല്യൂ എക്സ് ആണ്, ബാക്കി എല്ലായിടത്തും വാല്യൂ 0 ആണ്. സോ ഇവിടെ എല്ലാം വാല്യൂ 0 ആണ്. ഈ ഫംഗ്ഷനെയാണ് നമുക്ക് 0 to infinity വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 0 to infinity വരെ നോക്കിക്കഴിഞ്ഞാൽ 0 to infinity വരെ ഫംഗ്ഷൻ ഇല്ല, 0 to 1 വരെ മാത്രമേ ഫംഗ്ഷൻ ഉള്ളൂ. അത്രയും സ്ഥലത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ആണ്. അപ്പോൾ ഈ 0 to infinity എന്ന് പറയുന്ന ഇൻ്റഗ്രൽ മാറി 0 to 1 എന്ന് പറയുന്ന ഇൻ്റഗ്രലായിട്ട് മാറും. സോ ഇൻ്റഗ്രൽ 0 to 1
എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ലെബിനിറ്റ്സ് റൂൾ യൂസ് ചെയ്യാം. ലെബിനിറ്റ്സ് റൂൾ ഇതാണ്: ഇൻ്റഗ്രൽ യു വി ഇസ് ഈക്വൽ ടു, യു വി രണ്ട് ഫംഗ്ഷൻസ് ആണ് എങ്കിൽ ദിസ് ഇസ് യു ഇൻറ്റു ഇൻ്റഗ്രൽ വി മൈനസ് യു ഡാഷ് ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ വി പ്ലസ് യു ഡബിൾ ഡാഷ് ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ വി മൈനസ് എക്സെട്ര. ഈ റൂൾ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ റൂട്ട് 2/π ഇൻറ്റു ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഒരു ബ്രാക്കറ്റിൽ എഴുതുക. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഇസ് മൈനസ് കോസ് ഒമേഗ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഒമേഗ. ഇതൊരു ബ്രാക്കറ്റിൽ എഴുതുക. ഇനി ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇട്ട് പോവുക. ആൻഡ് ആദ്യത്തെ ബ്രാക്കറ്റിൽ വരുന്ന ആളെ ഡിഫറൻഷ്യേറ്റ് ചെയ്തും പോവുക. രണ്ടാമത്തെ ബ്രാക്കറ്റിൽ വരുന്ന ആളെ ഇൻ്റഗ്രേറ്റും ചെയ്യുക. സോ മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കോസ് ഒമേഗ എക്സിൻ്റെത് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ, ഒമേഗ സ്ക്വയർ ആവും. ഓൾറെഡി അവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. കോസ് ഒമേഗ എക്സിൻ്റെത് സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒരു ഒമേഗ ഇവിടെ വരുമ്പോൾ ഒമേഗ സ്ക്വയർഡ് ആവും. അടുത്ത ടേം വീണ്ടും ഇതിന് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 0 വരും. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഓവർ ദി ലിമിറ്റ് 0 to 1. ആദ്യമേ നമുക്ക് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. മൈനസ് ഐ ഇൻറ്റു റൂട്ട് 2/π ഇൻറ്റു അപ്പർ ലിമിറ്റ് എക്സിന് പകരം 1 ആണ്. നമ്മൾ എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ, മൈനസ് മൈനസ് പ്ലസ് ആകും, സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർഡ് മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് പകരം 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും. കാരണം ഇവിടെ എക്സിന് 0 വരും, ഇത് മൊത്തം 0 ആകും. ഈ ടേമും 0 ആകും, കാരണം സൈൻ 0യുടെ വാല്യൂ 0 ആയതുകൊണ്ട് അതും എൻ്റയർലി 0 ആയി പോകും. ലോവർ ലിമിറ്റ് കംപ്ലീറ്റ്ലി 0 ആയി പോകും. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ റൂട്ട് 2/π ഇൻറ്റു LCM എടുക്കുക. LCM ഒമേഗ സ്ക്വയർഡ്. സോ ഹിയർ ഇറ്റ് വിൽ ബി മൈനസ് ഒമേഗ കോസ് ഒമേഗ പ്ലസ് sin omega. So final answer is I root 2/π into adime sin omega എഴുതുക. sin omega minus omega cos omega divided by omega squared. ഈ മൈനസിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം തിരിഞ്ഞു വരും. സോ I into root 2/π into omega cos omega minus sin omega divided by omega squared. So this is the Fourier transform of the given function f of omega. Problem number 2. Find the Fourier transform of f of x equals to e raised to minus alpha mod x. Alpha is greater than 0 and hence prove that integral 0 to infinity cos omega x by 1 plus omega square d omega equals pi by 2 e raised to minus mod x. ഓക്കെ, നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ എഫ് ഓഫ് എക്സ് ഇസ് ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു കാര്യം ഒബ്സർവ് ചെയ്യാം. എക്സിന് പകരം ഞാൻ മൈനസ് എക്സ് റീപ്ലേസ് ചെയ്താലും ചേഞ്ച് ഒന്നും കാണില്ല, കാരണം ഇവിടെ മോഡുലസ് കിടക്കുന്നതുകൊണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഇസ് ആൻ ഈവൺ ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈവൺ ആയതുകൊണ്ട് അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. സോൾവിങ് സമയത്ത് ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് ഒമേഗ ഈസ് ഗിവൺ ബൈ 1/√2π integral minus infinity to infinity f of x e raised to minus I omega x dx, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 1/√2π integral minus infinity to infinity f of x into cos omega x minus I sin omega x dx, it is equal to 1/√2π. രണ്ട് ഇൻ്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഫസ്റ്റ് വൺ ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്
cos omega x dx minus integral minus infinity to infinity f of x sin omega x dx. Again we know that f of x is an even function. അതുകൊണ്ട് ഇത് ഈവൺ ഫംഗ്ഷൻ ആണ്. കോസ് എക്സ് ഈവൺ ആണ്, അതുകൊണ്ട് പ്രോഡക്റ്റ് ഈവൺ ആയിരിക്കും. അതേസമയം ഇവിടെ എഫ് ഓഫ് എക്സ് ഈവൺ ഫംഗ്ഷൻ ആണ്, സൈൻ എക്സ് ഓഡ് ഫംഗ്ഷൻ ആണ്, പ്രോഡക്റ്റ് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് 0 ആയി പോകും. ഇത് 2 times ആകും. സോ റിമൈനിങ് വിൽ ബി 1 by root 2 pi to 2 times 0 to infinity f of x cos omega x dx. root 2 cancel ചെയ്ത് കളയാം, and remaining will be root of 2 by pi integral 0 to infinity f of x ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. f of x is e raised to minus alpha mod x into cos omega x dx. ഓക്കെ, നമ്മുടെ ഒബ്സർവേഷൻ ഇതാണ്. 0 to infinite റീജിയനിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. 0 to infinity റീജിയനിൽ mod x എന്ന് പറയുന്നത് x തന്നെയാണ്, കാരണം 0 to infinity പോസിറ്റീവ് റീജിയൻ ആണ്. പോസിറ്റീവ് റീജിയനിൽ mod x x തന്നെയാണ്. So this is equal to root of 2 by pi integral 0 to infinity e raised to minus mod x is x, therefore alpha x cos omega x dx. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഇൻ്റഗ്രൽ e raised to x cos bx dx is equal to e raised to ax by a square plus b squared into a cos bx plus b sin dx. ഇത് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus alpha x ഡിവൈഡ് ബൈ എക്ക് വരെ മൈനസ് ആൽഫയാണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആൽഫ സ്ക്വയർഡ് പ്ലസ് ബിക്ക് വരെ ഒമേഗയാണ്, സോ ഒമേഗ സ്ക്വയർഡ് ഇൻറ്റു എ ഇസ് മൈനസ് ആൽഫ കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഓവർ ദി ലിമിറ്റ് 0 to infinity, that is root of 2 by pi. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഈ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് എൻറ്റയർലി 0 ആയി പോകും. ലോവർ ലിമിറ്റ് 0 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ റൈസ് ടു 0 1 ആകും. 1 by ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ ദിസ് ഇസ് മൈനസ് ആൽഫ സൈൻ 0 ആയതുകൊണ്ട് അത് എൻറ്റയർലി 0 ആയി പോകും. സോ ഫൈനലി വി ഗെറ്റ് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ദിസ് ഇസ് മൈനസ് പ്ലസ് ആകും. സോ ആൽഫ ബൈ ആൽഫ സ്ക്വയർഡ് പ്ലസ് omega squared. So this is our f of omega. നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫോറിയർ ഇൻ്റഗ്രൽ എടുക്കണം, കാരണം എനിക്കൊരു കാര്യം കൂടെ ഡെഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. വി നീഡ് ടു ഡെഡ്യൂസ് ദിസ് എക്സ്പ്രഷൻ. ഇതൊരു ഇൻ്റഗ്രൽ എക്സ്പ്രഷൻ ആയതുകൊണ്ട് നമുക്ക് ഫോറിയർ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ ഫോറിയർ ഇൻ്റഗ്രൽ അതിനു മുമ്പ് എഫ് ഓഫ് ഒമേഗ ഒബ്സർവ് ചെയ്യുക. ഒമേഗയ്ക്ക് പകരം മൈനസ് ഒമേഗ കൊടുത്താലും ചേഞ്ച് ഒന്നും കാണില്ല, കാരണം ഇവിടെ ഒമേഗ സ്ക്വയർ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എഫ് ഓഫ് ഒമേഗ ഈസ് എ ഈവൺ ഫംഗ്ഷൻ. ഇനി ഫോറിയർ ബൈ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by root 2 pi integral minus infinity to infinity f of omega into e raised to I omega x d omega, that is equal to 1 by root 2 pi integral minus infinity to infinity f of omega
e raised to I omega x is cos omega x plus I sin omega x d omega. സെപ്പറേറ്റ് ചെയ്യുക രണ്ടായിട്ട്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ വിൽ ബി വൺ ബൈ റൂട്ട് 2π into first integral will be minus infinity to infinity f of omega with cos omega x d omega plus integral minus infinity to infinity f of omega with sin, here I ഉണ്ട് I sin omega x d omega. again f of omega even ഫംഗ്ഷൻ ആണെന്നറിയാം. അപ്പോൾ ഇത് ഈവണും ഇത് ഓടുമാണ്, രണ്ടും കൂടെ ചേർന്ന് ഓട് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ പാർട്ട് 0 ആയി പോവും. ഇവിടെ രണ്ടുപേരും ഈവൺ ആയതുകൊണ്ട് ഇത് ഈവൺ ഫംഗ്ഷൻ ആകും. ഈ പാർട്ട് 2 ടൈംസ് ആവുകയും ചെയ്യും. സോ 1 ബൈ റൂട്ട് 2π ഇൻറ്റു 2 ടൈംസ് 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എഫ് ഓഫ് ഒമേഗ ഈസ് റൂട്ട് ഓഫ് 2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർഡ് പ്ലസ് ഒമേഗ സ്ക്വയർഡ് ഇൻറ്റു cos omega x d omega. This is equal to ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇതും റൂട്ട് ഓഫ് 2/π ആകും. ഓൾറെഡി ഇവിടെ റൂട്ട് ഓഫ് 2/π ഉണ്ട്, രണ്ടും കൂടെ ചേർന്നിട്ട് 2/π ആകും. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആൽഫ കോസ് ഒമേഗ എക്സ് divided by alpha squared plus omega squared cos omega x d omega. ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. അഗെയിൻ എഫ് ഓഫ് എക്സ് ആരാന്നറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഇ റൈസ് ടു minus alpha mod x is equal to 2/π integral 0 to infinity alpha cos omega x divided by alpha squared plus omega squared d omega. So integral complete ആയി. നമുക്കിനി ഒരു കാര്യം ഡെഡ്യൂസ് ചെയ്യാനുണ്ട്. we need to prove that 0 to infinity cos omega x by 1 plus omega squared d omega is equal to π/2 e raised to minus x. അതിന് ജസ്റ്റ് ആൽഫയുടെ വാല്യൂ മാത്രം ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഹിയർ e raised to മൈനസ് ആൽഫ മോഡ് എക്സ് ആണ്, ഞാൻ ആൽഫയ്ക്ക് 1 ചൂസ് ചെയ്യാം. സോ ഇഫ് വി പുട്ട് ആൽഫ ഈക്വൽ ടു 1 then e raised to minus mod x is equal to 2/π integral 0 to infinity ആൽഫയ്ക്ക് 1 വന്നു കഴിഞ്ഞാൽ this becomes cos omega x divided by 1 plus omega squared d omega. ഇതിൽ നിന്നും നമുക്ക് ഈ ഇൻ്റഗ്രൽ ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 to infinity cos omega x by 1 plus omega squared d omega is equal to π/2 e raised to minus mod x. Problem number 3. Find the Fourier transform and Fourier integral representation of f of x equals 1 minus mod x for mod x less than 1, 0 otherwise. Hence prove that integral 0 to infinity 1 minus cos x by x square dx is equal to π/2. നമുക്ക് ആദ്യം ഇതിൻ്റെ Fourier transform കാൽക്കുലേറ്റ് ചെയ്യാം. Fourier transform of the function is given by f of omega is equal to 1 by root 2π integral minus infinity to infinity f of x into e raised to minus I omega x dx. നമ്മുടെ ആദ്യത്തെ ഒബ്സർവേഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന മോഡ് എക്സ് ലെസ് ദാൻ 1ലാണ്, ദാറ്റ് ഈസ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1ലാണ്. ആ റീജിയണിൽ അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ 1 മൈനസ് മോഡ് എക്സ് ആണ്. 1 മൈനസ് മോഡ് എക്സിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
എക്സിന് പകരം മൈനസ് എക്സ് റീപ്ലേസ് ചെയ്താലും ചേഞ്ച് ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. സോ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എൻ്റയർലി ഈവൻ ആണ്. എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്കിത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ട് ഇൻ്റഗ്രലായിട്ട് മാറും. ഫസ്റ്റ് വൺ വിൽ ബി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വിത്ത് ഇതിൻ്റെ ആദ്യത്തെ ടേം കോസ് ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു മൈനസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് ഈവണാണ്, സൈൻ എക്സ് ഓടാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് ഓഡ് ഫംഗ്ഷൻ ആവും. ഈ ടേം എൻ്റയർലി 0 ആയി പോവും. ഇത് രണ്ടുപേരും ഈവൺ ആയതുകൊണ്ട് ഈവൺ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് 2 ടൈംസ് ആകും. സോ 1/√2π ഇൻറ്റു 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഇസ് 1 മൈനസ് മോഡ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. √2 ക്യാൻസൽ ചെയ്ത് കളയാം. സോ യു വിൽ ഗെറ്റ് √2/π. ഇനി ഫംഗ്ഷൻ നോക്കുക. 1 മൈനസ് മോഡ് എക്സ് ആണ്. 0 ടു ഇൻഫിനിറ്റി റീജിയനിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 0 ടു ഇൻഫിനിറ്റി റീജിയൻ പോസിറ്റീവ് റീജിയൻ ആണ്. അതുകൊണ്ട് അവിടെ മോഡ് എക്സ് എന്ന് പറയുന്ന എക്സ് തന്നെയാണ്. സോ ദിസ് ബിക്കംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ഈ ഫംഗ്ഷൻ 0 ടു ഇൻഫിനിറ്റി വരെ ഇല്ല. കാരണം നമ്മൾ എഫ് ഓഫ് എക്സ് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -1 to 1 മാത്രമേ എഫ് ഓഫ് എക്സിന് വാല്യൂ ഉള്ളൂ. ആണത് 1 മൈനസ് മോഡ് എക്സ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, 0 to 1 മാത്രമേ ഇൻ്റഗ്രേഷൻ കാണത്തുള്ളൂ. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇൻ്റഗ്രേഷൻ ഇല്ല. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി മാറി 0 to 1 ആകും. പോസിറ്റീവ് റീജിയൻ ആയതുകൊണ്ട് മോഡ് എക്സ് എക്സ് ആയിട്ട് മാറും. സോ ദിസ് ബിക്കംസ് √2/π ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, നമുക്കിപ്പം ഇത് ലെബനിറ്റ്സ് റൂൾ യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു √2/π ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇസ് 1 മൈനസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ മൈനസ് വീണ്ടും ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക -1 ഇതിന് ഇൻ്റഗ്രൽ എടുക്കുക സൈൻ ഒമേഗ എക്സിൻ്റെത് മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ. ഓൾറെഡി ഒരു ഒമേഗ ഉള്ളതുകൊണ്ട് ഒമേഗ സ്ക്വയർഡ് ആകും. ഓവർ ദി ലിമിറ്റ് 0 to 1 അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. എക്സിന് പകരം 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 - 1 0 വരുന്നതുകൊണ്ട് ആദ്യത്തെ ടേം കംപ്ലീറ്റ്ലി 0 ആയി പോകും. 3 മൈനസും കൂടെ ചേർന്ന് മൈനസ് ആകും. എക്സിന് പകരം 1 വരുമ്പോഴത്തേക്ക് ഇത് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർഡ് എന്നാകും. സോ ദിസ് ഇസ് ദി അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് പകരം 0 കൊടുക്കുക. എക്സിന് പകരം 0 എടുക്കുമ്പോൾ ഇത് സൈൻ 0 ആയതുകൊണ്ട് ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയി പോകും. മൈനസ് കോസ് 0യുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഇറ്റ് ബിക്കംസ് 1/ഒമേഗ സ്ക്വയർഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2/π ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർഡ് പ്ലസ് 1/omega squared, and that is equal to √2/π into 1 minus cos omega by omega squared. So this is the Fourier transform f of omega. അപ്പോൾ നമുക്ക് f of omega കിട്ടി. ഇനി നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അതിന് മുമ്പ് f of omega കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യാം. f of omega ഒരു ഈവൺ ഫംഗ്ഷനാണ്. കാരണം ഒമേഗയ്ക്ക് പകരം -ഒമേഗ കൊടുത്താലും കോസ് ഒമേഗയ്ക്ക് ചേഞ്ച് ഒന്നും വരില്ല, ഒമേഗ സ്ക്വയർ ചേഞ്ച് വരില്ല. സോ ദിസ് ഇസ് ആൻ ഈവൻ ഫംഗ്ഷൻ. അത് ഫോറിയർ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഹെൽപ്ഫുള്ളാണ്. നമുക്കിനി ഫോറിയർ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ 1/√2π integral minus infinity to infinity f of x f of omega into e raised to I omega x d omega, that is equal to 1/√2π integral minus infinity to infinity. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ വിൽ ബി എഫ് ഓഫ് ഒമേഗ വിത്ത് കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ ഇൻറ്റു എഫ് ഓഫ് ഒമേഗ വിത്ത് സൈൻ ഒമേഗ എക്സ്
ഡി ഒമേഗ. എഫ് ഓഫ് ഒമേഗ ഈവൺ ആയതുകൊണ്ട് ഈവണും ഓടും കൂടെ ചേർന്ന് ഓട് ഫംഗ്ഷൻ ആകും. അപ്പോൾ ഇത് 0 ആയി പോകും. പക്ഷെ ഇവിടെ രണ്ടുപേരും ഈവൺ ആയതുകൊണ്ട് ഇത് ഈവൺ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് 2 ടൈംസും ആകും. സോ ദിസ് വിൽ റെഡ്യൂസ് ടു 1/√2 pi into 2 times integral 0 to infinity f of omega cos omega x d omega, and that is equal to √2 cancel ആയിപ്പോയിട്ട് √2 pi into integral 0 to infinity f of omega value to കൊടുക്കുക. Value of f of omega is √2 pi into 1 minus cos omega by omega squared into cos omega x d omega. So that is equal to √2 pi into √2 pi becomes 2 pi integral 0 to infinity 1 minus cos omega by omega squared into cos omega x d omega, and this is the Fourier integral representation of f of x. So Fourier integral representation of f of x നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോബ്ലത്തിൽ ഒരു കാര്യം ഡെഡ്യൂസ് ചെയ്യാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. we need to deduce integral 0 to infinity 1 minus cos x by x square dx കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഓൾറെഡി നമുക്കിവിടെ ഉണ്ട്. ഇൻറ്റഗ്രൽ 0 to infinity 1 minus cos omega by omega square in terms of ഒമേഗയിലാണെന്നേ ഉള്ളൂ. എനിവേ എക്സിന് നമുക്കിപ്പം 0 ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. എക്സിന് 0 എടുത്തു കഴിഞ്ഞാൽ cos 0 1 ആവും. അപ്പോൾ ഈ ടേം ഒഴിവായി കിട്ടും. സോ ലെറ്റ് us put x is equal to 0. അപ്പോൾ ലെഫ്റ്റ് സൈഡ് becomes f of 0 is equal to 2 pi integral 0 to infinity 1 minus cos omega by omega squared d omega. ഇനി എഫ് ഓഫ് 0യുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഡെഫിനിഷനിൽ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അറിയാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് മോഡ് എക്സ് ആണ് ഫോർ ഓൾ വാല്യൂസ് ബിറ്റ്വീൻ -1 and 1. അപ്പം എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ 0 -1നും 1നും ഇടയിലാണ് വരുന്നതാണ്. അപ്പോൾ ഈ വാല്യൂ ആയിരിക്കും 0യിൽ വരുന്നത്. അപ്പോൾ എക്സിന് പകരം 0 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ 1 minus 0 that will be 1. So f of 0 is 1. അപ്പം f of 0 will be 1. So 1 is equal to 2 pi integral 0 to infinity 1 minus cos omega by omega squared d omega, which implies integral 0 to infinity 1 minus cos omega by omega square d omega will be equal to 2 pi അപ്പുറത്ത് പോകുമ്പോൾ pi/2 ആകും. ഇൻ്റഗ്രേഷനിൽ ചേഞ്ച് ഓഫ് വേരിയബിൾ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒമേഗയെ മാറ്റി എക്സിലാക്കാം. സോ ഇൻ്റഗ്രൽ 0 to infinity 1 minus cos x by x square dx will be equal to pi/2. Problem number 4. Find the complex Fourier transform of f of x is equal to sin x mod x less than or equal to a 0 mod x greater than a. ഇവിടെയും ഫംഗ്ഷൻ mod x less than a ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. mod x less than a means x lies between -a and a. ഇപ്പോൾ -a ഇടയിൽ ഒരു വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് sin x ആണ്. അത് ഓഡ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഈ എൻറ്റയർ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനാണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് എ ഓഡ് ഫംഗ്ഷൻ. നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫോറിയർ ഇൻ്റഗ്രൽ വേണ്ട. ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാം. ഫോറിയർ ട്രാൻസ്ഫോം ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/√2 pi integral -infinity to infinity f of x into e raised to -i omega x dx, that is equal to 1/√2 pi into e raised to minus omega x into cos omega x minus I sin omega x വാല്യൂ എടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഇൻ്റഗ്രൽ -infinity to infinity f of x with cos omega x minus I into f of x with sin omega x dx. Again f of x ഓഡ് ഫംഗ്ഷനാണ്. ഇത് ഓഡും സൈനും ഓഡാണ്. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ ഇത് ഈവൺ ഫംഗ്ഷനായിട്ട് മാറും. അതേസമയം ഇവിടെ ഓഡ് ഇൻറ്റു ഈവൺ ഫംഗ്ഷൻ ഇത് ഓഡ് ഫംഗ്ഷനായിട്ട് മാറും. അപ്പോൾ ഈ ടേം 0 ആയി പോവും. ഈ ടേം 2 times ആകും. സോ
this becomes minus I by root 2 pi integral 2 times integral 0 to infinity f of x sin omega x dx. Anyway, then f of x in the value to do that is minus I by root 2 pi into f of x in the value is sin x അതും 0 to infinity വരെയില്ല മൈനസ് എ ടു എ വരെയേ ഉള്ളൂ മൈനസ് എ ടു എ വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സൈൻ എക്സ് ആയിട്ടുള്ളൂ നമുക്ക് 0 to infinity ഇൻ്റഗ്രൽ കാണില്ല 0 to എ വരെയേ കാണത്തുള്ളൂ അത്ര സ്ഥലത്ത് എഫ് ഓഫ് എക്സ് സൈൻ എക്സും ആണ് സോ ഇൻറ്റു 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to എ സ്ഥലത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സൈൻ എക്സ് ആണ് സോ സൈൻ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് dx. It can be written as minus I by root 2 pi integral 0 to a to sin omega x sin x dx. ഇപ്പോൾ ഇവിടെ രണ്ട് ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻസ് ഒരുമിച്ച് വന്നുകൊണ്ടാണ് ഞാൻ ഈ 2 കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതിയത്. അപ്പോൾ ഇവിടെ വെച്ച് എനിക്ക് ഈ ഫോമുല യൂസ് ചെയ്യാം 2 sin a sin b and that is equal to cos a minus b minus cos a plus b. അപ്പോൾ ഈ ഫോമിൽ ഇവിടെ അപ്ലൈ ചെയ്യാം സോ മൈനസ് ഐ ബൈ റൂട്ട് 2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ കോസ് എ മൈനസ് ബി ദാറ്റ് ഈസ് കോസ് ഒമേഗ എക്സ് മൈനസ് എക്സ് മൈനസ് കോസ് എ പ്ലസ് ബി ദാറ്റ് ഈസ് ഒമേഗ എക്സ് പ്ലസ് എക്സ് ഡി എക്സ്. So that is equal to minus I by root 2 pi into integral 0 to a the next common എടുത്ത് എഴുതുക cos omega minus 1 into x minus cos omega plus 1 into x dx. ഇനി നോർമലി ഇൻ്റഗ്രേറ്റ് ചെയ്യുക മൈനസ് ഐ ബൈ റൂട്ട് 2 പൈ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ എക്സ് ആണ് ഇപ്പോൾ ഇവിടെ ഒമേഗ മൈനസ് 1 എക്സ് ആയതുകൊണ്ട് it will be sin omega minus 1x divided by omega minus 1 minus sin omega plus 1x divided by omega plus 1 over the limit 0 to a. That is equal to minus I by root 2 pi into upper limit ഇട്ട് കൊടുക്കുക എക്സിന് വരെ എ ഇട്ട് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം സൈൻ ഒമേഗ മൈനസ് 1 ഇൻറ്റു എ ബൈ ഒമേഗ മൈനസ് 1 മൈനസ് സൈൻ ഒമേഗ പ്ലസ് 1 ഇൻറ്റു എ ബൈ ഒമേഗ പ്ലസ് 1 ലോവർ ലിമിറ്റ് എക്സിന് വരെ 0 ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ 0 0 ആയതുകൊണ്ട് രണ്ട് ടേം 0 ആയി പോകും സോ ലോവർ ലിമിറ്റ് 0 സോ അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ മൈനസ് അകത്തോട്ട് എടുക്കുക അപ്പോൾ ഈ രണ്ട് ടേംസും തിരിഞ്ഞു വരും സോ ഐ ബൈ റൂട്ട് 2 പൈ ഇൻറ്റു അത് ഈ ടേം എഴുതുക സൈൻ ഒമേഗ പ്ലസ് 1 എ ബൈ ഒമേഗ പ്ലസ് 1 മൈനസ് സൈൻ ഒമേഗ മൈനസ് 1 എ ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് 1. സോ ദിസ് ഇസ് ദി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഒമേഗ. ഫോറിയർ ട്രാൻസ്ഫോം മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇവിടെ. Problem number 5. Find the Fourier transform of f of x equals 1 minus x squared for mod x less than or equal to 1, 0 otherwise. Hence prove that f of x equals 4 by pi integral 0 to infinity sin omega minus omega cos omega by omega cube cos omega x d omega. Also deduce that 0 to infinity sin omega minus omega cos omega by omega cube into cos omega by 2 d omega equals 3 pi by 16. എനിവേ നമ്മുടെ ഫസ്റ്റ് ഒബ്സർവേഷൻ എഫ് ഓഫ് എക്സ് ഒരു ഈവൺ ഫംഗ്ഷൻ ആണ് കാരണം മോഡ് എക്സ് ലെസ് ദാൻ 1 ഒരു വാല്യൂ ബാക്കി എല്ലായിടത്തും 0 ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ വാല്യൂ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സിന് പകരം മൈനസ് 6 കൊടുത്താലും ചേഞ്ച് ഒന്നും വരില്ല. സോ എഫ് ഓഫ് എക്സ് ഇസ് ആൻ ഈവൺ ഫംഗ്ഷൻ. രണ്ടാമത് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഇത് ശരിക്കും എഫ് ഓഫ് എക്സിൻ്റെ ഫോറിയർ ഇൻ്റഗ്രലാണിത്. അപ്പം നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എടുത്താൽ മതി നമുക്കിത് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും.
ഇനി ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്. സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹിയർ. പിന്നെ ഇവിടെ കോസ് ഒമേഗ എക്സ് എന്നുള്ളത് കോസ് ഒമേഗ ബൈ 2 ആയിട്ടുണ്ട്. അപ്പം എക്സിന് പകരം ഒരു 1/2 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും ഇതിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മളിവിടെ ഈ സ്റ്റെപ്പ് എത്തിയതിനു ശേഷം എക്സിന് 1/2 ചൂസ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്കിതിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ഇസ് ആൻ ഈവൻ ഫംഗ്ഷൻ. സോ ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/√2 pi integral minus infinity to infinity f of x raised to minus I omega x dx that is equal to 1/√2 pi. രണ്ട് integral ആയിട്ട് മാറും, minus infinity to infinity. First one is f of x with cos omega x minus I into f of x with sin omega x dx. f of x ഈവൺ ഫംഗ്ഷൻ ആണ്. സോ ഈവൺ രണ്ടും കൂടെ ചേർന്ന് ഈവൺ ഫംഗ്ഷൻ ആകും. ഈവണും ഓടും കൂടെ ചേർന്ന് ഓഡ് ഫംഗ്ഷൻ ആകും. അപ്പോൾ ഇത് എൻറ്റയർലി 0 ആകും, ഇത് 2 times ആകും. സോ 1/√2 pi ഇൻറ്റു 2 times integral 0 to infinity f of x cos omega x dx that is equal to ഇവിടെ √2 ക്യാൻസൽ ചെയ്ത് കളയാം. √2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ we will get root of 2 by pi. So root of 2 by pi integral 0 to f of x ന്റെ വാല്യൂ നോക്കുക. f of x ന്റെ വാല്യൂ mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മാത്രമേ ഉള്ളൂ. അതായത് -1 നും 1 നും ഇടയിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. -1 നും 1 നും ഇടയിലാണ് വാല്യൂ. 1 - x സ്ക്വയർഡ് 0 to ഇൻഫിനിറ്റി ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 0 to ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ ഇല്ല, 0 to 1 വരെ ഉള്ളൂ. അത്രയും സ്ഥലത്ത് 1 - x സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ 0 to 1 ആകും. f of x becomes 1 - x സ്ക്വയർഡ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് dx. ഈ ലെബ്നിറ്റ്സ് റൂൾ യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിടുക. സോ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുക. First function is 1 - x squared into integral of second cos omega x in integration sin omega x by omega minus ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. 1 - x square ഡെറിവേറ്റീവ് -2x into ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എടുക്കുക. sin omega x in integration is minus cos omega x by ഒരു omega കൂടെ വരുമ്പോൾ it becomes omega squared. Again plus ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. -2x ഡെറിവേറ്റീവ് -2 ആണ്. ഇൻറ്റു അഗെയിൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കോസ് ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ ഒമേഗ എക്സ് ബൈ ഒരു ഒമേഗ കൂടെ വരും. ഇറ്റ് ബിക്കംസ് ഒമേഗ ക്യൂബ് ഓവർ ദി ലിമിറ്റ് 0 to 1. ഇത് നമുക്ക് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം, എന്നിട്ട് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്പർ ലിമിറ്റ് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് 2 by pi. അപ്പർ ലിമിറ്റ് 1 ആണ്. 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 - 1 ഈ ടേം എൻറ്റയർലി 0 ആയി പോകും. ഇവിടെ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 3 നെഗറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് -2 കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർഡ് എന്ന് വരും. മൈനസ് പ്ലസ് ആകും. ബിക്കം സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. ദിസ് ഇസ് ദി അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0 ആവുന്നതുകൊണ്ട് ഈ ടേം കംപ്ലീറ്റ്ലി 0 ആവും. എക്സിന് 0 വരുമ്പോൾ ഇതും 0 ആയി പോവും. സൈൻ 0 ആയതുകൊണ്ട് ഇതും 0 ആയി പോവും. സോ ലോവർ ലിമിറ്റ് കംപ്ലീറ്റ്ലി 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു LCM എടുക്കാം. ഒമേഗ ക്യൂബാണ് LCM. സോ ഹിയർ ഇറ്റ് വിൽ ബി -2 ഒമേഗ cos omega plus sin omega. ഇവിടെ ഒരു 2 കൂടെ ഉണ്ട്. മൈനസ് ഇസ് +2. ആ 2 കൂടെ പുറത്തോട്ട് എടുക്കാം. സോ 2 times root of 2 by pi ഇൻറ്റു ആദ്യം ഈ ടേം എഴുതാം. സൈൻ ഒമേഗ
minus omega cos omega divided by omega cube. So this is our f of omega. നമ്മൾ എഫ് ഓഫ് ഒമേഗ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് ഒമേഗക്കകത്ത് സൈൻ ഒമേഗ ഓഡ് ഫംഗ്ഷനാണ്, ഒമേഗ ഓഡാണ്, ഇത് ഈവൺ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് ഓഡ് ഫംഗ്ഷനാണ്. ഇത് ഓഡാണ്, ഇതും ഓഡാണ്. അപ്പം ന്യൂമറേറ്റർ ഓഡ് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആണ്, ദാറ്റ് ഈസ് അഗെയിൻ ഓഡ്. ഡിനോമിനേറ്ററും ഒരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ഓഡ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റയർ ഫംഗ്ഷൻ വിൽ ബി എ ഈവൺ ഫംഗ്ഷൻ. സോ ഇതൊരു ഈവൺ ഫംഗ്ഷനാണ്. എഫ് ഓഫ് ഒമേഗ ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫോറിയർ ഇൻ്റഗ്രൽ ഫോമിലേക്ക് അത് നമുക്കത് അഡ്വാൻറ്റേജ് ആണ്. ബൈ ഫോറിയർ ഇൻ്റഗ്രൽ ഫോമുല എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to ∞ f of omega e raised to I omega x dx, that is equal to രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക 1/√2π integral -∞ to ∞. First one will be f of omega with cos omega x d omega, cos omega x d omega, and plus second one will be f of omega with sin omega x d omega. ഞാനിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈവൺ ആണ്, എഫ് ഓഫ് ഒമേഗ ഈവൺ ആണ്, ഈവൺ രണ്ടും കൂടെ ഈവണായി, ഈവൺ ഓഡ്, ഇത് ഓഡാണ്. അപ്പോൾ ഇത് എൻ്റയർലി 0 ആയി പോകും, ഇത് 2 ടൈംസ് ആകും. സോ 1/√2π ഇൻറ്റു 2 ടൈംസ് integral 0 to ∞. f of omega value substitute here. Value of f of omega is 2 times √2π into sin omega minus omega cos omega divided by omega cube into cos omega x d omega. ഇവിടെ √2 കൂടെ ക്യാൻസൽ ആയിപ്പോൾ √2π വരും. ആ √2πയും ഈ √2πയും കൂടെ ചേർന്ന് 2π ആകും. അഗെയിൻ ഇൻറ്റു ഒരു 2 കൂടെ ഉണ്ട്. സോ ദിസ് ബിക്കംസ് 4/π. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4/π ഇൻ്റഗ്രൽ 0 to ∞ sin omega minus omega cos omega divided by omega cube into cos omega x d omega. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രൂവ് ആയി. എഫ് ഓഫ് എക്സിൻ്റെ ഫോറിയർ ഇൻ്റഗ്രൽ കിട്ടി. ഇനി നമുക്കൊരു കാര്യം കൂടെ ഡെഡ്യൂസ് ചെയ്യണം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത് ഡെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എക്സിന് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ എക്സ് ഇസ് ഈക്വൽ ടു 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് 1/2 വിൽ ബി ഈക്വൽ ടു 4/π ഇൻ്റഗ്രൽ 0 to ∞ sin omega minus omega cos omega divided by omega cube into cos എക്സിന് വരെ 1/2 വരുമ്പോൾ ദിസ് ബിക്കംസ് omega/2 d omega. നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എഫ് ഓഫ് 1/2 കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് -1നും 1നും ഇടയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 - x² ആണ്. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് എഫ് ഓഫ് 1/2. 1/2 -1 നും 1നും ഇടയിലാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 - 1/2 the whole squared, that is 1 - 1/4, that is 3/4. So f of 1/2 is 3/4. So this implies 3/4 is equal to 4/π integral 0 to ∞ sin omega by omega cos omega by omega cube into cos omega/2 d omega, which implies ഇതിവിടെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to ∞ sin omega minus omega cos omega divided by omega cube into cos omega/2 d omega will be equal to, ഇത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഇറ്റ് ബിക്കംസ് 3π/16. 3π/16 അതാണ് നമുക്ക് ഡെഡ്യൂസ് ചെയ്യേണ്ടത്. അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫംഗ്ഷൻ കോൾഡ് ഗാമ ഫംഗ്ഷൻ. സോ ഗാമ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ബൈ ഗാമ n is equal to integral 0 to ∞ e raised to -t t raised to n - 1 dt. ഇതുപോലൊരു ഇൻ്റഗ്രൽ 0 to ∞ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഗാമ n എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ടിയുടെ പവറിൽ മാത്രമാണ്. ടിയുടെ പവർ n - 1 ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഗാമ n.
സപ്പോസ് ഇതാണ് ഇൻ്റഗ്രൽ എങ്കിൽ ഇൻ്റഗ്രൽ 0 to infinity e raised to minus t t raised to n ആണ് എങ്കിൽ it will be n minus 1 ആണ് എങ്കിൽ that will be gamma n. ഇവിടെ n ആണ് വന്നത്, n വരുമ്പോഴത്തേക്ക് it will be gamma n plus 1. This is equal to gamma n plus 1. ഗാമ ഫംഗ്ഷന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് രണ്ട് പ്രോപ്പർട്ടീസ് ഇതാണ്. ഗാമ ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. ഗാമ n എന്ന് പറയുന്നത് n minus 1 ഫാക്ടോറിയൽ ആയിരിക്കും, n ഒരു നാച്ചുറൽ നമ്പർ ആണ് എങ്കിൽ. ഫോർ എക്സാമ്പിൾ ഗാമ ഓഫ് 5 വിൽ ബി ഈക്വൽ ടു 5 ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ദിസ് വിൽ ബി ഈക്വൽ ടു 4 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 24. അതേസമയം ഗാമ n ഇസ് ഈക്വൽ ടു n minus 1 ഗാമ n minus 1, ദാറ്റ് ഈസ് ഗാമ 3/2 ക്യാൻ ബി റിട്ടൺ ആസ് n minus 1, അതായത് 3/2 minus 1 will be 1/2 gamma 1/2. അങ്ങനെ എഴുതാം. ഫർദർ ഗാമ 1/2 is root pi, so we can write this as 1/2 root pi. Similarly ഗാമ 5/2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം, n minus 1 ഗാമ n minus 1. So this is 5/2 minus 1 is 3/2, so 3/2 gamma 3/2 it is equal to 3/2 into again ഗാമ 3/2 വീണ്ടും ഇതേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, n minus 1 ഗാമ n minus 1. 3/2 എന്ന് കുറച്ച് കഴിഞ്ഞാൽ 1/2 ആണ്. സോ ദിസ് ബിക്കംസ് 1/2 ഗാമ 1/2. വാല്യൂ ഓഫ് ഗാമ 1/2 ഇസ് റൂട്ട് പൈ. സോ 3/2 into 1/2, that is 3/4 root pi. Problem 6. Find the Fourier transform of e raised to minus a squared x squared. എനിവേ ഇതൊരു ഈവൺ ഫംഗ്ഷൻ ആണ്. ഇ റേസ് ടു മൈനസ് എ സ്ക്വയർഡ് എക്സ് സ്ക്വയർഡ്, എക്സിന് വരെ ഞാൻ -x റീപ്ലേസ് ചെയ്താലും ചേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് ഇതൊരു ഈവൺ ഫംഗ്ഷൻ ആണ്. പക്ഷേ സാധാരണ നോർമലി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ വേറൊരു രീതിയിലാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുന്നത്. എനിവേ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാം. ദ ഫോറിയർ ട്രാൻസ്ഫോം is given by f of omega is equal to 1 by root 2 pi integral minus infinity to infinity f of x into e raised to minus I omega x dx, that is equal to 1 by root 2 pi integral minus infinity to infinity f of x is e raised to minus a squared x squared into e raised to minus a squared into e raised to minus I omega x dx. So that is equal to 1 by root 2 pi integral minus infinity to infinity e raised to, ഇത് നമുക്കൊരു മൈനസ് പുറത്തെടുക്കാം, ഇത് ക്ലബും ചെയ്യാം, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്ട് രണ്ടും കൂടെ ക്ലബ് ചെയ്യാം, മൈനസ് പുറത്തെടുക്കാം. സോ റിമൈനിങ് വിൽ ബി എ സ്ക്വയർഡ് എക്സ് സ്ക്വയർഡ് പ്ലസ് ഐ ഒമേഗ എക്സ്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ, ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റിയിട്ട് അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ക്വയർഡ് എക്സ് സ്ക്വയർ പ്ലസ് ഐ ഒമേഗ എക്സ് ആണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇത് സംതിങ് സ്ക്വയർ ആണ്, ആൻഡ് ദിസ് ഇസ് എ എക്സ് ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് ഐ ഒമേഗ എക്സ്. സോ ഇത് സംതിങ് സ്ക്വയർഡ്. അപ്പോൾ ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ ഞാൻ ആക്ച്വലി ഇതിനെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർഡ് ഫോമിലാക്കണം. അപ്പോൾ അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് ആകും. അപ്പോൾ എ സ്ക്വയർഡ് ക്ലിയർ ആണ്, എ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ എക്സ് ആണ്. എനിവേ 2ab ആണ് ഈ ടേം ആയിട്ട് വരുന്നത്, അത് നമുക്ക് ബി ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം. സോ 2ab കംസ് ടു ബി ഐ ഒമേഗ എക്സ്. സോ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എ എക്സ് ആണ്, ബി ഈസ് ഈക്വൽ ടു ഐ ഒമേഗ എക്സ്. സോ ബി ഈസ് ഈക്വൽ ടു I omega x divided by 2ax, that is I omega by 2a. ഇതാണ് നമ്മുടെ ബി. അപ്പോൾ ഇത് ആക്ച്വലി എ സ്ക്വയർ പ്ലസ് 2ab ആണ് കിടക്കുന്നത്. നമുക്കപ്പോൾ ഒരു പ്ലസ് ബി സ്ക്വയർ കൂടെ ഉണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ ഐ നീഡ് എ ബി സ്ക്വയർ ഹിയർ ആൻഡ് ബി ഈസ് ഐ ഒമേഗ ബൈ 2a. സോ ഐ നീഡ് എ ഐ ഒമേഗ ബൈ 2a ദ ഹോൾ സ്ക്വയർഡ്, അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ടേം അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. So 1 by root 2 pi integral minus infinity to infinity e raised to minus, this is a squared x squared plus I omega x
പ്ലസ് എനിക്കിവിടെ വേണ്ട ടേം I omega by 2a the whole square ആണ്. So let us add it here. I omega by 2a the whole square value ചേഞ്ച് ചെയ്യാതിരിക്കാൻ അതിനെ സബ്ട്രാക്ട് കൂടെ ചെയ്യുക. I omega by 2a the whole square. So this is ഇനിയിപ്പോൾ ഇതിനെ എക്സ്പോണൻഷ്യൽ വെച്ചിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇത് ഇത്രയും ഒരുമിച്ച് എഴുതുക. ആൻഡ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആകും. അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക. സോ 1/√2π ഇന്റഗ്രൽ -∞ to ∞ e raised to മൈനസ് അത് ഈ 3 ടേം വരും. ആൻഡ് ദാറ്റ് ഈസ് a plus b the whole squared. And a is ax and b is I omega by 2a. So we can write it as ax plus I omega by 2a the whole square. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൈനസും പ്ലസ് ആകും. ഞാൻ ആ എക്സ്പോണൻഷ്യൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് വേറെ എഴുതാം. I omega by 2a whole squared dx. എനിവേ ഈ ടേമിനകത്ത് എക്സ് വരാത്തതുകൊണ്ട് ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതെനിക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്തോട്ട് എടുക്കാം. I square minus 1 ആയതുകൊണ്ട് ദിസ് ബിക്കംസ് e raised to മൈനസ് ഒമേഗ സ്ക്വയർഡ് ബൈ 2a സ്ക്വയർ 4a സ്ക്വയർഡ് ആണ്. അപ്പോൾ അത് പുറത്ത് വരും. സോ വി ഗെറ്റ് 1/√2π into e raised to minus omega squared by 4a squared into integral -∞ to ∞ e raised to minus of ax plus I omega by 2a whole squared dx. ഓക്കെ, ഇത്രയും വരെ നമ്മളെത്തി. ഇനി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ലീനിയർ ടേമിന് ഞാൻ യു എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. ആൻഡ് ലെറ്റ് us see what happens. ax plus I omega by 2a is equal to u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് a dx is equal to ഇത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് 0 ആയി പോകും. യുടെ ഡെറിവേറ്റീവ് du. അപ്പോൾ ഇതിൽ നിന്ന് dx ബിക്കംസ് du by a. അപ്പോൾ ആ വാല്യൂ നമുക്കിവിടെ dxന് വരെ ഇട്ട് കൊടുക്കാം. ഇതിന് പകരം യുവും കൊടുക്കാം. ഇനി ലിമിറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റിന് വ്യത്യാസമൊന്നുമില്ല. കാരണം എക്സിൻ്റെ ലിമിറ്റാണിത്. എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ നാച്ചുറലി ഇത് മൊത്തത്തിൽ ഇൻഫിനിറ്റി ആകും. അപ്പോൾ യു ഇൻഫിനിറ്റി ആകും. അതേപോലെ എക്സ് മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ യു മൈനസ് ഇൻഫിനിറ്റി തന്നെയാണ്. അതുകൊണ്ട് ലിമിറ്റിന് ചേഞ്ച് ഒന്നുമില്ല. വി ഗെറ്റ് (1/√2π e raised to minus omega squared by 4a squared integral -∞ to ∞ e raised to minus u squared into du by a. That is equal to a ഇവിടെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. So 1/√2π e raised to minus omega squared by 4a squared into ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇൻ്റഗ്രൽ -∞ to ∞ e raised to minus u square du ആണ്. അതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. അതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കിതിനെ 2 ടൈംസ്, കാരണം യുവിന് വരെ മൈനസ് യു കൊടുത്താലും ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇത് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to ∞ എന്നാകും. e raised to minus u square du ആയിട്ട് മാറും. സോ ഇവിടെ ഈ √2ഉം 2ഉം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ √2/√2π √2/π ആകും. സോ 1/a √2/π e raised to minus omega squared by 4a squared into integral 0 to ∞ e raised to minus u squared du. അഗെയിൻ എനിക്കിനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഞാനിവിടെ ഗാമ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഗാമ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ സിമിലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇൻ്റഗ്രൽ 0 to ∞ ആണ് ഗാമ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ. ആൻഡ് e raised to minus t and t to some power say n dt ആണെങ്കിൽ this is equal to gamma n plus 1 ആണ് ഗാമ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ e raised to minus u square അല്ല, എനിക്ക് ഇവിടെ ഒരു t ആണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുക്കാം. u സ്ക്വയറിന് പകരം t എന്ന് പറയുന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുക്കാം. എന്നിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ പുട്ട് u square is equal to t. u സ്ക്വയറിന് t കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2u du is equal to dt. അതിൽ നിന്ന് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. du is equal to dt by 2u. എനിക്ക് ഡിയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ടിയിലാണ് വേണ്ടത്. അതുകൊണ്ട് ദിസ് ബിക്കംസ് dt by 2 into
instead of u square equal to t ആയതുകൊണ്ട് we get u is equal to root t. So 2 root t. ഈ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ആ വാല്യൂ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ 1/a root of 2/pi e raised to minus omega squared by 4a squared into ലിമിറ്റിനും ചേഞ്ച് ഒന്നും വരില്ല, കാരണം എക്സിന് 0 യുവിന് 0 വരുമ്പോൾ ടിയും 0 ആകും, യുവിന് ഇൻഫിനിറ്റി വരുമ്പോൾ ടിയും ഇൻഫിനിറ്റി ആകും. ലിമിറ്റ് ചേഞ്ച് ആകത്തില്ല, സെയിം ലിമിറ്റ് തന്നെയാണ്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് യു സ്ക്വയറിന് പകരം ടി വരും. ഡി യുവിന് പകരം 1/2 റൂട്ട് ടി ഡി ടി. ഞാൻ ഈ 1/2 കൂടെ പുറത്തെടുക്കാം. സോ 1/2a ആകും. റൂട്ട് ഓഫ് 2/pi into e raised to minus omega squared by 4a squared into integral 0 to infinity e raised to minus t into ഇതിനെ ടിയുടെ പവർ ആയിട്ട് എഴുതുക. 2 പുറത്ത് പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് 1/root t. root t is t raised to 1/2. അത് മുകളിൽ എഴുതുമ്പോൾ t raised to minus 1/2 ആകും. സോ t raised to minus 1/2 dt. ഇപ്പോൾ എനിക്കിതിനെ ഗാമ ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ so now this is 1 by again ഈ root 2 ആയിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ root 2 വരും. so 1/√2 into a into 1/√pi into e raised to minus omega squared by 4a squared into ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus t raised to minus half dt ആണ്. ഗാമ ഫംഗ്ഷനുമായിട്ട് സിമിലർ ആണ്. and gamma function is integral 0 to infinity e raised to minus t raised to n dt is gamma n plus 1. so here it will be n ന് പകരം minus 1/2 ആണ് വന്നിരിക്കുന്നത്. so it becomes gamma minus 1/2 plus 1, that is gamma 1/2. so 1/√2a into 1/√pi into e raised to minus omega squared by 4a squared into gamma 1/2 and value of gamma 1/2 is root pi. ഇവിടെ root pi cancel ചെയ്ത് കളയാം and we get 1/√2a into e raised to minus omega squared by 4a squared. So this is the Fourier transform of the given function. ഇനി ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക. സപ്പോസ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർഡ് എക്സ് സ്ക്വയറുടെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം നമുക്ക് എഫ് ഓഫ് ഒമേഗ ഈക്വൽ ടു 1/√2a ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4a സ്ക്വയർ എന്നാണ് കിട്ടിയത്. അതേസമയം എൻ്റെ ഈ ഫംഗ്ഷനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനിരുന്നതെന്നിരിക്കട്ടെ. എഫ് ഓഫ് x is equal to e raised to minus x squared by 2. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരുന്നതെങ്കിൽ ഇതും ഇപ്പം നമ്മൾ ചെയ്ത ഇതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇത് രണ്ടും ഇപ്പോൾ സിമിലർ ആണ്. ഇവിടെ എ സ്ക്വയർ കിടന്നിടത്ത് ഇവിടെ 1/2 വന്നിരിക്കുകയാണ്. സോ വി ക്യാൻ കൺസിഡർ ദിസ് എക്സാമ്പിൾ ആസ് വെൻ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2. എ സ്ക്വയർ 1/2 വരുമ്പോൾ എ വിൽ ബി ഈക്വൽ ടു 1/√2. അപ്പോൾ ഈ കേസിൽ ഞാൻ ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് ഒമേഗ വിൽ ബി 1/√2a. എ വാല്യൂ ഇസ് 1/√2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ഇൻറ്റു എ സ്ക്വയർഡ് ഇസ് 1/2. ഇവിടെ √2 ക്യാൻസൽ ആയി പോകും. ഇവിടെ രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് 2 എന്ന് വരും. സോ വി ഗെറ്റ് ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ. അതായത് ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ടു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർഡ് ബൈ 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് എഫ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ബൈ 2 ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 വിച്ച് മീൻസ് സെയിം ഫംഗ്ഷൻ തന്നെ വീണ്ടും കിട്ടിയത് ഒമേഗയുടെ ടേമിലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ വീണ്ടും സെയിം ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ സെൽഫ് റെസിപ്രോക്കൽ എന്ന് പറയും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇസ്
self reciprocal.